വർക്കല അകത്തുമുറിയിൽ റോഡിൽ നിന്ന് വന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ ട്രാക്കിലേക്ക് വീണു. ഈ സമയം തിരുവനന്തപുരത്തേക്ക് പോയ വന്ദേ ഭാരത് ട്രെയിൻ ട്രാക്കിൽ വീണ ഓട്ടോറിക്ഷയിൽ ഇടിച്ചു. ജിബിൻ വിവരങ്ങളുമായി. ജിബിൻ, വന്ദേ ഭാരത് ഏറെ നേരമായി അവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മോൾ ആ ട്രെയിനിലുണ്ട്. കുറേ നേരമായി ട്രെയിൻ പിടിച്ചിട്ടിരിക്കുന്നു പറയുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? എപ്പോഴേക്കും ട്രെയിൻ പുറപ്പെടും? രതീഷ്, അല്പസമയം മുമ്പാണ് വർക്കല അകത്തുമുറിയിൽ വെച്ച് വന്ദേ ഭാരത് അപകടത്തിൽപ്പെട്ടത്. അകത്തുമുറിക്ക് സമീപം ഈ റോഡിൽ നിന്ന് വന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് പ്ലാറ്റ്ഫോമിന്റെ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. അതായത് ഈ ട്രാക്കിന്റെ സമീപത്ത് കൂടി ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിൽ കൂടി സഞ്ചരിക്കുകയായിരുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് തന്നെ ഈ ട്രാക്കിലേക്ക് മറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് വന്ദേ ഭാരത് നിർത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും ഈ ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് വന്ദേ ഭാരത് നിന്നത്. പക്ഷെ ആർക്കും തന്നെ പരിക്കില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് അപകടം ഉണ്ടാകുന്ന സമയത്ത് ഈ ഓട്ടോറിക്ഷയിൽ ഓട്ടോ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപകടം ഉണ്ടായ ഉടൻ തന്നെ ഇയാൾ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടിയതായാണ് നാട്ടുകാർ പറയുന്നത്. ഇയാൾ മദ്യപിച്ചിരുന്നതായും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ഓട്ടോറിക്ഷ വന്ദേ ഭാരതിന്റെ ട്രാക്കിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റേഷനാണ് അവിടെ. വന്ദേ ഭാരതിന് സ്റ്റോപ്പുള്ള സ്ഥലമല്ല, മറ്റു പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് സ്റ്റോപ്പുള്ള സ്ഥലമല്ല. എങ്ങനെയാണ് ഇത് ഈ ട്രാക്കിലേക്ക് ഈ ഓട്ടോ വന്ന് വീണത്? ഇപ്പോൾ ഈ ഓട്ടോ കിടക്കുന്നത് കൊണ്ടാണോ വന്ദേ ഭാരതിന് തിരുവനന്തപുരത്തേക്ക് വരാൻ കഴിയാത്തത്? അത് തന്നെയാണ് രതീഷ്. ട്രാക്കിൽ ഓട്ടോറിക്ഷ കിടക്കുന്നത് കൊണ്ടാണ് വന്ദേ ഭാരതിന് അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടരാൻ സാധിക്കാത്തത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അകത്തുമുറിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വന്ദേ ഭാരതിന് സ്റ്റോപ്പില്ല. പക്ഷേ ഈ ട്രാക്കിലേക്ക് ഓട്ടോറിക്ഷ മറിയുന്നത് കണ്ടാണ് ലോക്കോ പൈലറ്റ് വന്ദേ ഭാരത് അവിടെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ഓട്ടോറിക്ഷയിൽ ഒരുപാട് പേരുണ്ടോ എന്നുള്ള കാര്യം ഒന്നും തന്നെ ലോക്കോ പൈലറ്റിന് അറിയാം. അതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി ലോക്കോ പൈലറ്റ് ഉടൻ തന്നെ വാഹനം അവിടെ ഈ വന്ദേ ഭാരത് അവിടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്തത്. പക്ഷേ ഈ ഓട്ടോറിക്ഷയിൽ അപകടത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ അകത്തുമുറിയിലെ ഈ പ്ലാറ്റ്ഫോമിന് സമീപത്ത് കൂടി പോകുന്ന ഒരു റോഡുണ്ട്, ചെറിയ റോഡാണ്. ഈ റോഡിൽ കൂടി സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷയാണ് നിയന്ത്രണം തെറ്റി ഈ ട്രാക്കിലേക്ക് മറിഞ്ഞത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ ട്രാക്കിൽ ഈ ഓട്ടോറിക്ഷ ഇപ്പോൾ കുടുങ്ങി കിടക്കുകയാണ്. ഈ ഓട്ടോറിക്ഷ ഏകദേശം പൂർണ്ണമായി തകർന്ന ഒരു അവസ്ഥയിലാണ്. ഓട്ടോറിക്ഷയുടെ മുകൾ ഭാഗം പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഈ ഓട്ടോറിക്ഷ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ വന്ദേ ഭാരത് യാത്ര തുടരാനാകും. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു.